പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം, സ്വയം നിയന്ത്രിക്കുവാൻ ദൈവം നമ്മെ ഓർപ്പിക്കുന്നു. ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായം 10-ാമത്തെ വാക്യം. ശീമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത് കാത് അറുത്തുകളഞ്ഞു. അതായത് ഈ ഭാഗത്ത് യേശു പത്രോസിനെ കോപത്തിൽ വന്ന പ്രവൃത്തിയെ നിയന്ത്രിക്കാൻ ഓർപ്പിക്കുകയാണ്, അതിൽ നിയന്ത്രണം കൊടുക്കുകയാണ്. അതായത് തിരുവചന ഭാഗങ്ങളിൽ മാർക്കോസ് സുവിശേഷം 14:41 കർത്താവായ യേശു ക്രിസ്തു അവസാന നിമിഷത്തിൽ ഗദർസമനയിൽ താൻ പിടിക്കപ്പെടാൻ സമയത്ത് ശിഷ്യന്മാരുമായിട്ട് ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്താണ് യൂദയും പടയാളികളും കടന്നു വന്ന് യേശുവിനെ പിടിക്കുവാൻ ശ്രമിക്കുന്നത്. അങ്ങനെ യൂദ യേശുവിനെ ചുംബിച്ചു കൊടുക്കുമ്പോൾ ആ ഭാഗത്ത് മാർക്കോസ് സുവിശേഷം 14:41 അരികെ നിൽക്കുന്നവരിൽ ഒരുവൻ വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി കാത് അറുത്തുകളഞ്ഞു. മാർക്കോസ് സുവിശേഷത്തിൽ അരികെ നിന്ന ഒരുത്തൻ വാൾ ഊരി മഹാപുരോഹിതന്റെ കാതറുത്തു. മത്തായി സുവിശേഷത്തിൽ പറയുന്നത് 26:52 വാക്യം, യേശു അവരോട്, വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവനൊക്കെയും വാളാൽ നശിച്ചു പോകും. അതിൽ പറയുന്നതും അരികിൽ നിൽക്കുന്ന ഒരുവൻ വാളെടുത്ത് മഹാപുരോഹിതന്റെ കാതറുത്തു എന്നാണ്. ലൂക്കോസ് സുവിശേഷം 22:51 യേശു അവന്റെ കാതെടുത്ത് ആ കാത് മഹാപുരോഹിതന്റെ അറുത്തിട്ട കാതിനെ വീണ്ടും വെച്ചുകൊടുത്ത് അവനെ സൗഖ്യമാക്കി. യോഹന്നാൻ സുവിശേഷത്തിലാണ് പറയുന്നത് 18:10 അരികെ നിന്ന ഒരുവൻ വാളെടുത്തു മഹാപുരോഹിതന്റെ കാതിനെ അറുത്തു. പക്ഷേ യോഹന്നാൻ സുവിശേഷത്തിൽ ആ കാതറുത്ത വ്യക്തി ആരെന്ന് വ്യക്തമായിട്ട് യോഹന്നാൻ ഇവിടെ വെളിപ്പെടുത്തുന്നു. ശീമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത് കാത് അറുത്തുകളഞ്ഞു. അപ്പൊ യോഹന്നാനാണ് വ്യക്തമായിട്ടും വെളിപ്പെടുത്തുന്നത്, യേശുവിനെ പിടിക്കുവാൻ പടയാളികൾ ഗദശമന തോട്ടത്തിൽ കയറി വന്നപ്പോൾ യൂദ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന നിമിഷം യേശുവിൻ്റെ അരികിൽ നിന്ന ശിഷ്യനായ പത്രോസാണ് ഉറയിൽ നിന്നും വാളെടുത്ത് മഹാപുരോഹിതന്റെ കാതിനെ അറുത്തു കളഞ്ഞത്. ഈ തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ സ്വയം നിയന്ത്രണത്തെക്കുറിച്ച് യേശു അവസാന നിമിഷത്തിലും പത്രോസിനെ സ്വയം നിയന്ത്രിക്കുവാൻ, കോപത്താൽ ചിലത് ചെയ്യാൻ പാടില്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് യേശു പറയുന്ന മറുപടിയാണ് മത്തായി സുവിശേഷം 26:52 പറയുന്നു, യേശു അവനോട്, വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവൻ ഒക്കെയും വാളാൽ നശിച്ചു പോകും. അതിനുശേഷം യേശു ആ മഹാപുരോഹിതന്റെ കാതെടുത്തു വെച്ച് സൗഖ്യമാക്കുകയാണ്. ഇതിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഗദശമന തോട്ടത്തിൽ അവസാന നിമിഷവും പ്രാർത്ഥിക്കാൻ കയറിപ്പോകുന്ന യേശു നമ്മെ ഓരോരുത്തരെയും ഓർപ്പിക്കുന്ന ഒരൊറ്റ കാര്യം, കോപത്തിൻ്റെ ദുരാത്മാവിനാൽ നമ്മൾ പിടിക്കപ്പെടരുത്. കോപത്താൽ നിയന്ത്രണം വിടുമ്പോൾ നമ്മൾ അറിയാതെ പല അപകടങ്ങൾ നാം തന്നെ വരുത്തി വയ്ക്കുവാനും അത് നമ്മുടെ നന്മയ്ക്കല്ല
അത് നമ്മുടെ തിന്മയ്ക്കായി തീരും. അതുകൊണ്ടാണ് പത്രോസ് വാളെടുത്ത് മഹാപുരോഹിതന്റെ കാതറുക്കുമ്പോൾ യേശു പത്രോസിന് കോപത്തിൻ്റെ മേൽ നിയന്ത്രണമുണ്ടാകുവാൻ ആ സമയത്ത് തന്നെ തൻ്റെ ശിഷ്യനായ പത്രോസിനോട് നിയന്ത്രിക്കുവാൻ താക്കീത് കൊടുക്കുകയാണ്. പത്രോസേ, നിന്റെ വാൾ ഉറയിലേക്ക് തിരിച്ചിടുക. വാളെടുക്കുന്നവൻ ഒക്കെയും വാളാൽ നശിച്ചു പോകും. ഇതിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മെ ഉണർത്തുന്നത്, ഒരിക്കലും ഒരു കോപത്തിൻ്റെ ദുരാത്മാവിനാൽ ദൈവത്തിന് പ്രയോജനപ്പെടേണ്ട ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എന്നെയും നിങ്ങളെയും ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ അതിരുവിട്ട് കോപിക്കുന്ന കോപത്തിൻ്റെ ദുരാത്മാവിനെ നാം തന്നെ ജയിക്കുകയും അതിന്മേൽ അതിർവരം വിട്ട് നിയന്ത്രിക്കണമെന്ന് കർത്താവായ യേശു അവസാന നിമിഷത്തിലും ഗെത്സമന തോട്ടത്തിൽ വെച്ച് തൻ്റെ ശിഷ്യനായ പത്രോസ് കോപത്താൽ പെട്ടെന്ന് വാളെടുത്ത് പുരോഹിതന്റെ കാത് അറുത്തു കളയുമ്പോൾ ആ നിമിഷത്തിൽ തന്നെ നിയന്ത്രിക്കുന്ന കോപത്തിൽ മേൽ നിയന്ത്രണം വിട്ട് താക്കീത് ചെയ്ത് ഇതിൽ ജയിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞ് പത്രോസിനെ ഓർപ്പിക്കുക മാത്രമല്ല, അറുത്തിട്ട കാതിനെ യേശു മഹാപുരോഹിതന്റെ ശരീരത്തോട് വെച്ചുകൊടുത്ത് സൗഖ്യമാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ജീവിതത്തിൽ ജീവിതവിശുദ്ധിയുടെ പ്രവർത്തനങ്ങളിലുള്ള നിയന്ത്രണത്തെയും കുറിച്ച് പരിശുദ്ധാത്മാവ് താക്കീത് ചെയ്യുകയാണ്. കോപത്തിൽ മേൽ നിയന്ത്രണമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ, യേശു പറയുന്നു, വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ കോപത്തിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ ആ കോപത്തിൻ്റെ ദുരാത്മാവ് കുലപാതകത്തിനും നാശത്തിനും ഇടവരുത്തും. അതുകൊണ്ട് നീ അത് എവിടെ നിന്നാണോ വലിച്ചെടുത്തത്, നീ അവിടേക്കിട്ട് അതിനെ ബന്ധിച്ച് എന്നേക്കുമായി നിർവീര്യമാക്കി കളയണം. അതാണ് കർത്താവായ യേശു നമുക്ക് തരുന്ന അവസാന നിമിഷത്തിലെ സന്ദേശവും. അതെ, കോപത്തിൽ മേൽ നിയന്ത്രണം. അങ്ങനെയാണെങ്കിൽ കോപത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. കോപത്തിൻ്റെ ഗൗരവം, കോപമുണ്ടാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷയമെന്ന് പറയുന്നത്, ദൈവരാജ്യ അവകാശത്തിന് തടസ്സമായ ജഡത്തിൻ്റെ പ്രവൃത്തിയാണ് കോപം. ഗലാത്യർ ലേഖനം 9-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യം. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അവകാശത്തിന് തടസ്സമായ ജഡത്തിൻ്റെ പ്രവൃത്തിയാണ് കോപം. ഇത് എവിടെ നിന്നാണ് പുറപ്പെട്ടത്? ഇത് പഴയ മനുഷ്യൻ്റെ പ്രവൃത്തികളുടെ പട്ടികയിൽ നിന്നാണ് ഇത് വെളിപ്പെടുന്നത്, അല്ലെങ്കിൽ ഇത് ആരംഭിക്കുന്നത്. കൊലോസ്യർ ലേഖനം 3-ാം അധ്യായം 8-9 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ഇത് ദൈവത്തിൻ്റെ നീതി പ്രവൃത്തിക്ക് എതിരാണ്. അപ്പൊ ഈ കോപത്തിൻ്റെ ദുരാത്മാവ് ദൈവത്തിൻ്റെ നീതി പ്രവൃത്തി, നമ്മിലൂടെ ഒരു നീതി ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, കോപത്തിൻ്റെ ദുരാത്മാവിനാൽ നിയന്ത്രണമില്ലാത്തൊരു വ്യക്തിയെ ഒരിക്കലും നീതിക്ക് വേണ്ടി സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കാൻ കഴിയില്ല. എന്നെ കേൾക്കുന്ന ആരോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങളും കലഹങ്ങളും സമാധാനമില്ലാത്തത് കോപത്തിൻ്റെ ദുരാത്മാവിനാൽ നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് പല പ്രശ്നങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തെ അസമാധാനങ്ങളും സ്വസ്ഥതക്കേടുകളും വരുത്തി വയ്ക്കുന്നത് കോപത്തിൻ്റെ ദുരാത്മാവാണ്. ഈ ദുരാത്മാവിനെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവേ,
ഈ കോപത്തിൻ്റെ ദുരാത്മാവ് എന്നിൽ വേണ്ട, എൻ്റെ കുടുംബത്തിൽ വേണ്ട, ഇത് നാശത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ഈ നിമിഷം ഇതിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം. പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക. മറ്റൊരു കാര്യം, കോപത്തിനുള്ള കാരണങ്ങൾ, അതായത് ഹൃദയത്തിൻ്റെ മൂഢത. അപ്പൊ ഹൃദയത്തിനകത്തുള്ള ഇരുട്ടിൻ്റെ മണ്ഡലങ്ങൾ വരുമ്പോൾ ഒരു വ്യക്തിയിൽ നിയന്ത്രണമില്ലാത്ത കോപമുണ്ടാകുന്നു. ക്ഷിപ്രകോപം അരുത്, അതായത് ഭയങ്കരമായിട്ട് ക്ഷിപ്രകോപം അരുത്. കോപം പോഷന്റെ മടിയിൽ വിശ്രമിക്കുന്നു എന്നാണ് സഭാപ്രസംഗി 7:9 പറയുന്നത്. കോപം പോഷന്റെ മടിയിൽ വിശ്രമിക്കുന്നു. അപ്പോൾ ഒരു പോഷന്റെ മടിയിൽ സുഖമായിട്ട് ഉറങ്ങി വിശ്രമിക്കുന്നത് കോപത്തിൻ്റെ ദുരാത്മാവാണ്. അതൊരു ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിലെ നന്മയെ നശിപ്പിക്കുന്ന ഈ കോപത്തിൻ്റെ ദുരാത്മാവ് നമ്മിൽ വിശ്രമിക്കരുത്. ഇത് വിശ്രമിക്കുന്നത്, അതായത് പോഷന്റെ മടിയിലാണ് ഈ കോപം വിശ്രമിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട. നിയന്ത്രണമില്ലാത്ത ഈ കോപത്തിൻ്റെ ദുരാത്മാവ് നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങളിലും നാശങ്ങളിലും ബന്ധങ്ങളെ നശിപ്പിച്ച് കളയാനിടയാകും. മറ്റൊരു കാര്യം, കോപമുണ്ടാകാനുള്ള പ്രധാന കാരണം ഒന്ന് പറയുന്നത് അസൂയ. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ ഖയീനും ഹാബേലും, എന്തുകൊണ്ടാണ് ഖയീന് കോപം വന്നത്? ഹാബേലിനോടുള്ള അസൂയയാണ്. അപ്പം പല കോപങ്ങൾക്കും കാരണം അസൂയയാണ്. അവിടെ എന്താ സംഭവിച്ച്? ഈ അസൂയ വന്നപ്പോൾ കോപമുണ്ടായി. ഈ കോപത്തിൻ്റെ ദുരാത്മാ പറഞ്ഞു, നിന്റെ സഹോദരനായിരുന്നാലും സാരമില്ല, നീ തരം താഴ്ത്തപ്പെട്ടു, അവൻ ഉയർത്തപ്പെട്ടു, അതുകൊണ്ട് നീ അവനെ കൊന്നുകളയുക. കോപത്തിൻ്റെ ദുരാത്മാവ് നാശത്തിലേക്ക് കൊണ്ടുപോകും. അതാണ് യേശു പത്രോസിനോട് പറയുന്നത്. യേശു അവനോട് ഉറയിലിടുക, വാളെടുക്കുന്നവനൊക്കെയും വാളാൽ നശിച്ചു പോകും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പല ഭവനത്തിലെ ദുരന്തങ്ങൾക്കും തകർച്ചകൾക്കും കാരണം കോപത്തിൻ്റെ ദുരാത്മാവ് ആരോടോ ജീവിതത്തിൽ വിശ്രമിക്കുകയാണ്. നിങ്ങളതിനെ അനുവദിക്കുകയാണ്. നിങ്ങളുടെ ഭവനത്തിൽ അത് അനുവദിക്കുന്നത് കൊണ്ട് അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനത്തെ കെടുത്തുകയാണ്. ഇവിടെ ഖയീൻ ഹാബേലിനെ കൊല്ലാനുള്ള കാരണം കോപമുണ്ടായി. കോപമുണ്ടാകാൻ കാരണം അസൂയയുണ്ടായി. ഹാബേലിനോട് ഖയീന് അസൂയയുണ്ടായി. അത് കോപത്തിലേക്ക് കൊണ്ടുപോയി അവൻ തൻ്റെ സഹോദരനെ കൊല്ലുകയാണ്. മറ്റൊരു കാര്യം, ഈ കോപം വരുത്തി വയ്ക്കുന്നത് തിരുവചനത്തിൽ പറയുന്നത് സദൃശ്യവാക്യം 19:11 പറയുന്നു, വിവേക ബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു, ലംഘനം ക്ഷമിക്കുന്നവന് അവന് ഭൂഷണം. അപ്പോൾ വിവേക ബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു. ദൈവീക ബുദ്ധി നിനക്കുണ്ടെങ്കിൽ നിനക്ക് ദീർഘമായിട്ട് ക്ഷമിക്കാൻ കഴിയും. അല്ല എങ്കിൽ ഈ കോപത്തിൻ്റെ ദുരാത്മാവ് നിന്നെ തകർച്ചയിലേക്ക് കൊണ്ടുപോകും. മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന ദൈവസ്നേഹത്തെ മനസ്സിലാക്കാത്തതിനാലാണ്, അതായത് ദൈവസ്നേഹത്താലാണ് നമുക്കെല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്തത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ അസൂയ എന്ന ദുരാത്മാവിന് സ്ഥാനം കൊടുക്കുമ്പോൾ ഈ ദുരാത്മാവ് കോപത്തിലേക്ക് കൊണ്ടുപോയി അതിര് വിട്ട് നിയന്ത്രണം വിട്ട് എന്തും ചെയ്യുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്നത് ഈ കോപത്തിൻ്റെ ദുരാത്മാവാണ്. കോപത്തിൻ്റെ ശിക്ഷയ്ക്കുള്ള ഉദാഹരണങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഉസിയ രാജാവ് കുഷ്ഠരോഗിയാകുന്നത് അവൻ്റെ കോപത്തിൻ്റെ ലക്ഷണങ്ങളാണെന്നാണ്. 2 ദിനവൃത്താന്തം 26-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. തിരുവചനം പറയുന്നു, നിങ്ങൾക്ക് കോപം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? എഫെസ്യർ ലേഖനം 4:26 പഠിപ്പിക്കുന്നു, കോപിച്ചാലും പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അതെ പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവ്
ഈ മെസ്സേജിലൂടെ ആരോടൊക്കെ സംസാരിക്കുന്നു. പലപ്പോഴും നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതക്കേടിന് കാരണം ഈ കോപത്തിൻ്റെ ദുരാത്മാവിന് നിയന്ത്രണമില്ലാത്ത കോപം. പത്രോസ് പെട്ടെന്ന് കോപം വന്ന് വാളെടുത്ത് പുരോഹിതന്റെ കാതറുത്തപ്പോൾ യേശു പറഞ്ഞു, പത്രോസേ, നീ ആ വാൾ എടുത്ത് വലിച്ചെടുത്ത ഉറയിലോട്ട് ഇടുക. വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും. അവിടെ നിയന്ത്രിക്കുകയാണ് യേശു. കോപം നമ്മൾ അതിരുവിട്ടു പോയാൽ ഉറപ്പായിട്ട് നാശം കൊയ്യുന്ന ഒരു മേഖലയാണ്. ഒരു വചനം കൂടെ യാക്കോബിന്റെ ലേഖനം 1:19 പഠിപ്പിക്കുന്നു, കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ. ആമേൻ. ഇന്നത്തെ മെസ്സേജിൽ പലരെയും കറക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏതെങ്കിലും നിയന്ത്രിക്കാൻ കഴിയാത്ത സ്വഭാവ രീതി, വ്യക്തിത്വത്തിൽ നല്ല സ്വഭാവ രീതികൾ പരിശുദ്ധാത്മാവ് നമ്മെ പരിശീലിപ്പിക്കും. എന്നാൽ നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വഭാവ രീതികളെ തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഈ മെസ്സേജ് കേൾക്കുന്ന ആരോടോ പരിശുദ്ധാത്മ പറയുന്നു, സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ അതിരുവിട്ടു പോകുന്നവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, യേശു പത്രോസിനോട് പറഞ്ഞതുപോലെ നിനക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത സ്വഭാവ രീതിയിൽ നിനക്കൊരു വിടുതൽ ആവശ്യമാണോ? നീ ദൈവകരങ്ങളിൽ ഒരായുധത്തെ പോലെ നീ സമർപ്പിച്ചു കൊടുക്കുക. ആ പ്രാർത്ഥനയുടെ യാഗപീഠത്തിൽ ഒരു യാഗവസ്തുവിനെ പോലെ ദൈവസന്നി കൊടുത്തിട്ട് പറ, കർത്താവേ, പല മേഖലയിലും സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ അതിരുവിട്ടുപോയ എൻ്റെ കോപത്തിൻ്റെ ദുരാത്മാവിനാൽ ഞാൻ തന്നെയാണ് എൻ്റെ വ്യക്തിത്വത്തിൽ സമാധാനക്കേട് വരുത്തി വെച്ചത്. ഞാൻ തന്നെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനക്കേടിന് കാരണക്കാരൻ. അതുകൊണ്ട് എനിക്കത് വേണ്ട. സ്വയം ആത്മാവിൽ നിയന്ത്രിച്ച് ദൈവീക നന്മകളും അനുഗ്രഹങ്ങളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞാൻ പ്രാപിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുക. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് യേശു എത്ര നല്ലവനാണ്. അവസാന നിമിഷത്തിൽ നമുക്ക് വേണ്ടി ആ ക്രൂസിൽ മരിക്കാൻ സമയത്തും നമ്മെ കർത്താവ് ഓർപ്പിക്കുന്ന ഒരു കാര്യം, സ്വയം നിയന്ത്രിക്കണം. കോപത്താൽ പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അത് നിന്റെ ജീവിതത്തിൽ നാശത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് പത്രോസിനെ ഓർപ്പിച്ചു, പത്രോസേ, നിന്റെ വാള് ഉറയിലേക്കിടുക. വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും. അതല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുക നല്ലത് വിതയ്ക്കാനാണ്. നല്ല വിത്ത് വിതച്ച് നല്ല ഫലം കൊയ്യാനാണ്. കോപത്തിൻ്റെ വിത്ത് വിതച്ച് നാശത്തിൻ്റെ ഫലം കൊയ്യാനല്ല, നല്ല വിത്ത് വിതച്ച് നല്ല ഫലം കൊയ്യുവാനാണ്. ഉറപ്പായിട്ടും ഈ മെസ്സേജ് പലരെയും പരിശുദ്ധാത്മാവ് കറക്റ്റ് ചെയ്യും. അതേ പ്രിയപ്പെട്ടവരെ, സ്വയം ആത്മാവിൽ നിയന്ത്രണമുള്ളവരായി വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിക്കുവാൻ ഈ തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളിലൂടെ പുതിയ പുതിയ ഫലം കായ്ക്കുവാൻ ഈ തിരുവചന ഭാഗങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. കണ്ണുകളടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ നിമിഷത്തിനായി സ്തോത്രം. ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. ജീവിതത്തിൽ സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ അതിരുവിട്ട് പോയത് മുഖാന്തരം സ്വസ്ഥതക്കേടുകളും സമാധാനക്കേടുകളും കോപത്താൽ കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കി ബന്ധങ്ങൾ നശിക്കപ്പെട്ട് സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്നവരാരെങ്കിലും ഈ ദൈവശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ അവരെ ഹൃദയത്തിൽ ദൈവ സമാധാനത്തെ പ്രഖ്യാപിക്കുന്നു. കോപത്തിൻ്റെ ദുരാത്മാവിൽ മാറി സമാധാനത്തിൻ്റെ, സ്വസ്ഥതയുടെ, നിയന്ത്രണത്തിൻ്റെ ആത്മാവിനെ നിറയ്ക്കും. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ദൈവസമാധാനം ഉണ്ടാകട്ടെ, ഐക്യതയുണ്ടാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ. രോഗികളായിരിക്കുന്നവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു, അവർക്ക് സൗഖ്യം ലഭിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.